ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണു. ഞാനിവിടെ വീണ്ടും എക്സ്റേയിലൊക്കെ ജോലിക്ക് കയറിയിട്ടോ. അസുഖമൊക്കെ കഴിഞ്ഞ് ഭേദമായി. ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. എക്സ്റേയിലാണ് ജോലി ചെയ്യുന്നത്. എക്സ്റേ എടുക്കുന്ന മെഷീന് കാണിച്ചു തരാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവിടെ ആളൊക്കെ എടുത്തു ട്യൂബ് ഇടുക, അവിടെ എക്സ്റേയുടെ എക്സ്പോസ് ചെയ്യാം, അവിടെ നിന്ന് അടിക്കും. ഓക്കെ, പിന്നെ അപ്പുറം അതിൻ്റെ എല്ലാ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അവിടെ നടത്തും, എന്നിട്ട് കൊടുക്കുക. ഇതന്നെ പണി. അങ്ങനെയൊക്കെ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കണു. പിന്നെ എൻ്റെ തലമുടിയൊക്കെ നന്നായിട്ട് വളർന്നു കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. മുടിയൊന്നും വളർന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം ഇത്രയും മുടിയൊക്കെ ആയി, നല്ല തിക്കായി മുടി. ഇപ്പം ഞാൻ മുടി ഇവിടെ അയക്കാൻ പറ്റൂല, അപ്പോൾ അത് കാരണം അയച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ. പിന്നെ ഇപ്പോഴും എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരണ്ട്. ഞാൻ ഇടണ വീഡിയോയുടെ താഴെ എന്നെ എടുക്കണ ഇപ്പം എന്തൊക്കെ എങ്ങനെയായി വിശേഷങ്ങൾ ചോദിക്കേണ്ട കുറേ ലേഡീസൊക്കെ. പിന്നെ ഷണ്ടിൻ്റെ കാര്യത്തിൽ ചോദിക്കും. പിന്നെന്തുവാ, സർജറി ചെയ്തതിന് എത്ര ചിലവായി എന്നൊക്കെ ചോദിക്കും. ഞാനതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കസ്പുള്ളത് കൊണ്ട് പൈസ കുറവായിരുന്നു, പിന്നെ നമ്മുടെ കയ്യിലിരിക്കണ പൈസയും കൂടിയിട്ട് അങ്ങനെയാണ് എനിക്ക് പൈസ ചിലവായെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് പൈസ ഒന്നും ആയില്ല. പ്രൈവറ്റ് ആശുപത്രിയിൽ വെച്ച് നോക്കുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ പൈസ കുറവായിരിക്കും, എങ്കിലും നമ്മുടെ കയ്യിൽ കാശ് വേണം. അതെല്ലാവർക്കും അറിയാം. നമ്മുടെ കയ്യിൽ വേണം കാശ്, എന്നാൽ മാത്രമാണ് പൈസ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പൈസയുടെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ കുറച്ച് നാളൊക്കെ ഞാനൊക്കെ വീട്ടിലിരുന്ന് നോക്കി, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നില്ല. മെയിനായിട്ടും സാമ്പത്തികമായിട്ടും നമ്മുടെ ഈ ചാനൽ കൊണ്ട് മാത്രം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ജോലിക്ക് പുറത്തിറങ്ങി ജോലിക്ക് പോയി കഴിഞ്ഞാലാണ് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ അസുഖമൊക്കെ നാളെ മാറും. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറ്റുന്ന രീതിയിൽ ജോലിക്കൊക്കെ പോവുക. വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് ഞാനിങ്ങനെയാണ്, എനിക്കിങ്ങനെ വന്നോലോ എന്ന് ഓർത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അത് കാരണം എല്ലാവരും പറ്റുന്ന പണിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പോവുക. എനിക്ക് വന്ന മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എനിക്ക് പിരിവുണ്ടായിരുന്നില്ല, തലമുടി ഉണ്ടായിരുന്നില്ല, പിന്നെ എൻ്റെ മുഖം നന്നായിട്ട് ക്ഷീണിച്ചേർന്നു. ഇപ്പോഴും വെളുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരത്തെക്കാളൊക്കെ കറുപ്പും കാര്യങ്ങളൊക്കെ റേഡിയേഷൻ ചെയ്ത സമയത്താണെങ്കിലും കീമോ ചെയ്ത സമയത്താണെങ്കിലും ഉള്ള കറുപ്പും കാര്യങ്ങളൊക്കെ മാറി. അപ്പം കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ നമ്മുടെ ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞു എന്നുള്ളൊരു വിഷമം ഉണ്ട്. അത് എനിക്കങ്ങനെ വിഷമവും കാര്യങ്ങളൊന്നുമില്ല, ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞല്ലോ എന്ന്. കാരണം എൻ്റെ 2 കുഞ്ഞുങ്ങളും പാലുകൂടി നിർത്തി. എൻ്റെ പിള്ളേരിപ്പോൾ വലുതായി. ഇനിയിപ്പോൾ എനിക്ക് വേറൊരു കൊച്ചിന് പാല് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, എനിക്ക് വേണ്ട. അപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളും വലുതായി. അവർക്ക് ഈ പറഞ്ഞാൽ നന്നായിട്ട് ഫീഡ് ചെയ്യാൻ എനിക്ക് പറ്റി. മൂത്ത കൊച്ചിനാണെങ്കിലും ഇളയ കൊച്ചിനൊക്കെ ആണെങ്കിലും. അപ്പോൾ ഒരു ബ്രസ്റ്റ് ഒരമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പം അതന്നെ, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഈ ബ്രസ്റ്റ് കൊണ്ട് ഉണ്ടല്ലോ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട്
അങ്ങനെ സങ്കടമൊന്നുമില്ല. ബ്രസ്റ്റിന് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, അതൊരു പാഡഡ് ബ്ര മേടിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ കാര്യങ്ങൾ. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.